ഹായ് ഹലോ, വൈകിട്ട് എന്താ പരിപാടി എന്നല്ലേ പറയാം. ചായയും പഴംപൊരിയാണ് കേട്ടോ ഇന്ന് വൈകിട്ടത്തേക്ക്. അപ്പോൾ എന്നും ഇല്ല കടികളൊന്നും. അപ്പൊ ചില ദിവസങ്ങളിലും, അതും മടിയില്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നും. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത്. നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം ലുലു പോയിട്ട് വന്നപ്പോൾ വാങ്ങിയ ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പഴംപൊരി എളുപ്പമല്ലേ, അല്ലെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടി എന്ന് പറഞ്ഞാൽ അത് പഴംപൊരി തന്നെയാണ് അല്ലേ. അല്ലെങ്കിലും ദേ ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിൽ. അപ്പോൾ കഴിക്കാൻ നല്ല ബെസ്റ്റ് അല്ലേ ചായയും പഴംപൊരിയും. അങ്ങനെ ദേ മാവൊക്കെ സെറ്റാക്കിയിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുകയാണേ. ഒരു 10 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്കൊന്ന് വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടികളൊക്കെ ഒന്ന് എണ്ണിക്കൊണ്ടിരിക്കും, അത്ര തന്നെ കേട്ടോ. പിന്നെ ദേ വൈകുന്നേരം ദേ ആ സൂര്യാസ്തമയം കണ്ടോ, അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ചുവന്ന് കിടക്കുവാണ് ആകാശം ഫുള്ള്. അങ്ങനെ ദേ അതൊക്കെ കണ്ടിട്ട് വന്നിട്ട് കുറച്ച് നേരം പഴമൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ. അതിനുശേഷം ദേ നല്ല മാവിലേക്ക് നല്ല മുക്കി നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവേ. ഞാനെടുത്ത മാവാണെങ്കിൽ കുറച്ച് കൂടിയും പോയിട്ടുണ്ടായിരുന്നേ. ഇനി എന്തോ ചെയ്യുമോയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നേ. ദേ നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പം ആ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ പിടിച്ചെടുക്കുമല്ലോ. അപ്പോൾ ദേ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാവിൽ ബാക്കി എന്തോ ചെയ്യുമോയെന്ന് ആലോചിച്ച് നിന്നപ്പോൾ ആ ബ്രെഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ബ്രെഡും കൂടെ അതേ മാവിലേക്ക് തന്നെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പം ബ്രെഡ് പൊരിച്ചതുമായി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് ചെയ്യാത്തവരൊന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചായയും വാഴയ്ക്കപ്പവും ബ്രെഡ് പൊരിച്ചതും കഴിക്കട്ടെ.